ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മുഴുവനും വീഡിയോയും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോകളെല്ലാം കണ്ടവർക്കറിയാം, ഹാരിസൺ മലയാളം ഗ്രൂപ്പിൻ്റെ തേയിലത്തോട്ടവും ഫാക്ടറിയും എല്ലാം സന്ദർശിച്ചതും 200 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ബ്രിട്ടീഷ് ബംഗ്ലാവിലെ താമസവും പലതരത്തിലുള്ള കേവ്സ് വിസിറ്റ് ചെയ്തതും എല്ലാം കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്കെല്ലാം അറിയാം, കേരളത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യത്തെ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേരള സിംഹം എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കേരളവർമ്മ പഴശ്ശിരാജ. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഡോട്ടറായ ശുഭവർമ്മ തമ്പുരാട്ടി നമ്മുടെ വീഡിയോ കണ്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുകയും ഇവിടെ വരണമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. തമ്പുരാട്ടി US തൻ്റെ ഭർത്താവ് ഡോക്ടർ കിഷോറും കുടുംബത്തോടൊപ്പമാണുള്ളത്. വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ? ശരിക്കും ആദ്യം എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ഇത്രയും ദൂരത്തുനിന്ന് ഇതൊക്കെ കാണാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല, പഴശ്ശിരാജയുടെ സ്വന്തം രാജകുടുംബത്തിൽപ്പെട്ട ഒരാൾ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ശരിക്കും ചേരമ്പാടിയിൽ വന്നു കഴിഞ്ഞാൽ ഒത്തിരി വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. കാരണം മുൻപ് ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇദ്ദേഹത്തെ അറിയാത്തവരായി ആരും തന്നെ നമ്മുടെ ഇന്ന് കേരളത്തിൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ മാത്രമല്ല, പുറംനാടുകളിൽ നിന്ന് വരെ ആളുകൾ ഇദ്ദേഹത്തെ തേടി വരാറുണ്ട്. അതെ, വേട്ടയും നായാട്ടും നിയമവിധേയമായിരുന്ന കാലത്തെ വേട വംശജരുടെ അമ്പയത്ത് വീരൻ എന്ന് വേണേൽ ഇദ്ദേഹത്തെ സൂചിപ്പിക്കാം. അതെ, നമ്മുടെ വയനാടിൻ്റെ സ്വന്തം കൊച്ചങ്കോട് ഗോവിന്ദനാശാൻ. ഇന്ന് വയനാടൻ ടൂറിസത്തിൻ്റെ മുഖമുദ്രയാണ് ഇദ്ദേഹം. വേട രാജവംശത്തെപ്പെട്ട ആൾക്കാരാണ്. ഞങ്ങൾക്ക് പ്രധാനം അഗ്രികൾച്ചർ ആൻഡ് ഹണ്ടിങ് ആണ് പ്രധാന തൊഴിൽ. അത് ഇതാണ് ജീവിക്കുന്നത്. പിന്നെ പഴശ്ശിരായിട്ടുള്ള ബന്ധമെന്ന് വെച്ചാൽ ഞങ്ങൾ അത് കൊളിപ്പോരിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ആൾക്കാർ തയ്യാറായതാണ്. അന്ന് ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ ഓരോ വീടുകളിൽ നമ്മൾ പൊയ്ച്ചോറ് വയ്ക്കും. അതായത് സൈന്യങ്ങൾ ഭക്ഷണം വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടി അതൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഉൾക്കൊള്ളായിട്ട് പഴശ്ശിക്ക് സഹായമായിട്ട് ചെയ്തു. നമ്മളെ എല്ലാ വസ്തുക്കളും നിലക്കണമല്ലോ. ഈ മരിച്ചാൽ ഈ ഒരു വില്ലും ഈ ഒരു അമ്പും ഓടിക്കപ്പം വെക്കണം. ഇത് മുട്ടമ്പ് പക്ഷിനെ പിടിക്കുന്നത്. ഇതാണ് വേട്ടയ്ക്ക് ഉപയോഗിക്കുന്ന മൃഗങ്ങളെ വേട്ടയാടുന്നത്. ഇതൊരു അകത്യം തോറിട്ടൊരു 300 മീറ്റർ ദൂരം പോകും. മർമ്മങ്ങൾ അറിഞ്ഞാൽ മർമ്മത്തിൽ ഇത്ര കയറിയാൽ മതി, അവിടെ വീഴും. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നേരിട്ട് അറിയാനായിട്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ കാത്തിരുന്ന തമ്പുരാട്ടിയും ഭർത്താവും എത്തിയത്. சுபவர்மா அவர்களையும் அவருடைய கணவர் டாக்டர் கிஷோர் அவர்களையும் விழாக்குழுவின் சார்பாக வருக வருக என வரவேற்றுக் கொள்கிறோம். அதனைத் தொடர்ந்து தமிழக பாரம்பரியத்தினுடைய ஆரத்திய நிகழ்வும் இனிதே நடைபெற்றுக் கொண்டிருக்கிறது. This is the warm welcome for you. Thank you, ma'am. Thank you. Official naming of Halsey Cube. Unveiling of Halsey Cube, signed by Subhavarma and Dr. Kishore. അങ്ങനെ പഴശ്ശീസ് കേവ് എന്ന പേരിൽ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് തമ്പുരാട്ടിയും ഭർത്താവും. ഇദ്ദേഹമാണ് ബിനു തട്ടുപാറ. നിങ്ങളിൽ പലർക്കും ഇദ്ദേഹത്തെ അറിയാമായിരിക്കാം. കേരളവർമ്മയുടെ പല ശില്പങ്ങളും ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്. മാവിലത്തോട് ശില്പം, പഴശ്ശിരാജ കോളേജിലെ ശില്പം, മണത്തണ എന്നിങ്ങനെ നീണ്ടുപോകുന്നു. കേരളവർമ്മയുടെ ആദ്യത്തെ ശില്പം നിർമ്മിച്ചതിനെക്കുറിച്ചൊരു കഥ തന്നെയുണ്ട്. കൂടാതെ മറ്റ് നിരവധി വ്യത്യസ്തങ്ങളായ ശില്പങ്ങളും ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. തമ്പുരാട്ടി കേവ് വിസിറ്റ് ചെയ്യാനും ദീപം തെളിയിക്കുവാനുമാണ് പോകുന്നത്. Amazing experience to walk in the footsteps of my forefather
it was quite an honor to walk through and feel what they must have gone through. The Kurumbas and Paniyas were very much part of that struggle. They protected us, protected the Maharaja and his army, and they fed them. They took care of them. They worked as a spies. We really are all time indebted to them for that, the gratitude. It is amazing. Those emotions, that strength, that mental strength, the inner strength is what has helped this nation and the land of Bharat go forward. We forget that sometimes in the rush of life, but for me it is wonderful to experience that. The experience itself is the most important thing. We can learn the history, but till we experience it, it's difficult to understand how much sacrifice was made. I give you the history as I know. As issue is that Parshiraja defeated the Samayata. British destroyed their palace. Completely destroyed. And the road. You can even see that in Matanu. And one side the kitchen area was completely demolished, and the other area was demolished, and there was a road. So at the time, history is usually written by the who wins, right? For a historical data was മറിച്ചുകളഞ്ഞു. അപ്പോൾ ഇതെല്ലാം കുറേ അധികം എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ ശങ്കരവർമ്മ വലിയ രാജിയായിരുന്ന സമയത്ത് ഹി വാസ് എ ഹിസ്റ്ററി ബഫ്. ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ നിന്ന് അറിഞ്ഞ കുറേ ഇൻഫർമേഷൻസാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്. റിട്ടൺ ഹിസ്റ്ററി ഓൾസോ ഇസ് ദെയർ, ബട്ട് ഇറ്റ്സ് വെരി റെയർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ 6th ജനറേഷനാണ്. എൻ്റെ അച്ഛമ്മയാണ് 4th ജനറേഷൻ. സോ പഴശ്ശിരാജയുടെ സിസ്റ്ററുടെ മകളെ ഞാൻ പറഞ്ഞ പോലെ ലക്ഷ്മി അമ്മരാജ ഉണ്ടായിരുന്നു. ആ ലക്ഷ്മി അമ്മരാജയുടെ മകള് അന്നപൂർണ്ണ അമ്മരാജ. ആൻഡ് അവരാണ് ഇപ്പോൾ മട്ടന്നൂർ പോയി കഴിഞ്ഞാൽ ഒരു പാലസിൻ്റെ ആ വഴി വിട്ട സ്ഥലത്ത് ഒരു പാലസ് ഉണ്ടാക്കിയിരുന്നു. അതിപ്പോൾ പൊളിഞ്ഞു വീണുപോയി. ഓക്കെ, അവിടെയാണ് ഞാൻ കുട്ടിക്കാലത്ത് പോയി കണ്ടതും കളിച്ച് വളർന്നതും അവിടെയാണ്. അതാണ് ടു മീ ദാറ്റ്സ് പാഷിക്കോല്. മട്ടന്നൂർ ഏരിയ അവിടെ ബിൽഡ് ചെയ്തത്, അവിടെ താമസിച്ചത്. അവരുടെ മകളാണ് ലക്ഷ്മി അമ്മരാജ, എൻ്റെ അച്ഛൻ്റെ അമ്മ. ഈ പഴശ്ശി വാർ വാസ് ഹാപ്പനിങ് കുറേ തവണ. 31 years ഓഫ് വാർ ഇസ് എ ലോങ് ടൈം. അത് ആ ഒരു സ്ട്രഗിളിന് ഇറ്റ്സ് അമേസിങ്. ആ സമയത്താണ് ഈ ഇതിൻ്റെ അകത്ത് ആസ് ഐ അണ്ടർസ്റ്റാൻഡ് 2 വേയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. വൺ വേ ഈസ് വെരി ഈസി, people will go in there, but the other way is the one that actually goes into their war area, prop area. അങ്ങനെ തമ്പുരാട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മളോട് ഷെയർ ചെയ്തതിന് ശേഷം തമ്പുരാട്ടി നേരെ ഫാക്ടറിയിലേക്കാണ് പോയത്. ഇവിടെ വരുന്ന ആരും തന്നെ ഫാക്ടറി വിസിറ്റ് ചെയ്യാതെയും ഇവിടുത്തെ ചായയുടെ ടേസ്റ്റ് അറിയാതെയും പോകാറില്ല. പരമ്പരാഗതമായി ഇവിടെ ചായപ്പൊടി ഉണ്ടാക്കുന്ന രീതികളൊന്നും നിങ്ങൾക്ക് വിശദമായി കാണിച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇതിനെക്കുറിച്ചൊരു വിശദമായി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പോയി കാണാൻ ശ്രമിക്കുക. പണ്ട് ഞാൻ ചായ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ട അതേ ചായ തന്നെയാണ് തമ്പുരാട്ടിക്കും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ നിറഞ്ഞ മനസ്സുമായി ഒത്തിരി സന്തോഷത്തോടു കൂടി താൽക്കാലികമായി തമ്പുരാട്ടിയും ഭർത്താവും തിരിച്ച് US പോവുകയാണ്. 2 മക്കളെയും കൂട്ടി ഇനിയും തീർച്ചയായും വരുമെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ ഗൈസ്, ഒരു ചായ കുടിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ സ്ഥലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 1-2 വീഡിയോസിൻ്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. ഇത് നമ്മുടെ വെൻവർത്ത് ടീ ഫാക്ടറിയുടെ
ഔട്ട്ലെറ്റാണ്. ഊട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ ചീരമ്പാടി ഭാഗത്തുനിന്ന് വയനാട് ഭാഗത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ